പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇന്ന് 181 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: 2 രാജാക്കന്മാർ അധ്യായം 15, യോന പ്രവാചകന്റെ പുസ്തകം അധ്യായങ്ങൾ 1 മുതൽ 4 വരെ, സങ്കീർത്തനങ്ങൾ 138. POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 15. അസറിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ 27-ാം വർഷം യൂദാ രാജാവായ അമസ്യായുടെ പുത്രൻ അസറിയ രാജാവായി. രാജാവായപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മയുടെ പേര് യക്കാലിയ എന്നായിരുന്നു. അവൾ ജെറുസലേമിൽ നിന്നായിരുന്നു. തൻ്റെ പിതാവായ അമസിയ ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. പൂജാഗിരികൾ നീക്കം ചെയ്തില്ല എന്ന് മാത്രം. ജനം പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപമർപ്പിക്കുകയും ചെയ്തു പോന്നു. അതിനാൽ കർത്താവ് രാജാവിനെ രോഗബാധിതനാക്കി. തൻ്റെ മരണദിനം വരെ അവൻ കുഷ്ഠരോഗിയായിരുന്നു. വേറിട്ടൊരു ഭവനത്തിൽ അവൻ വസിച്ചു. രാജാവിൻ്റെ പുത്രൻ യോഥാം കൊട്ടാരത്തിൽ അധിപനായി ദേശത്തെ ജനത്തെ ന്യായം വിധിച്ചു. അസറിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അസറിയ പിതാക്കന്മാരോടുകൂടെ ശയിച്ചു. അവർ അവനെ അവൻ്റെ പിതാക്കന്മാരോടൊപ്പം ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവൻ്റെ സ്ഥാനത്ത് പുത്രൻ യോഥാം രാജാവായി. സക്കറിയ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ അസറിയായുടെ 38-ാം വർഷം ജെറോബോവാമിൻ്റെ പുത്രൻ സക്കറിയ സമരിയായിൽ 6 മാസം ഇസ്രായേലിന് മേൽ ഭരണം നടത്തി. തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ അവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിൻ്റെ പുത്രൻ ശല്ലൂം അവനെതിരെ ഗൂഢാലോചന നടത്തി. ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അവനെ പ്രഹരിച്ച് വധിച്ച് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. സഖറിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗം ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് നിന്റെ പുത്രന്മാർ 4 തലമുറകൾ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് യേഹുവിനോട് പറഞ്ഞ കർത്താവിൻ്റെ വചനപ്രകാരമാണ് സംഭവിച്ചത്. ശല്ലൂം. യൂദാ രാജാവായ ഉസിയായുടെ 39-ാം വർഷം യാബേഷിൻ്റെ പുത്രൻ ശല്ലൂം രാജാവായി. അവൻ സമരിയായിൽ 1 മാസക്കാലം ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനാഹേം തിർസായിൽ നിന്ന് സമരിയായിൽ കയറി വന്ന് യാബേഷിൻ്റെ പുത്രനായ ശല്ലൂമിനെ സമരിയായിൽ വെച്ച് പ്രഹരിച്ച് അവനെ വധിച്ചു. അവൻ്റെ സ്ഥാനത്ത് അയാൾ രാജാവായി. ശല്ലൂമിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ നടത്തിയ ഗൂഢാലോചനയും ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അക്കാലത്ത് ആരും തിപ്സ തുറന്നു കൊടുക്കാതിരുന്നതിനാൽ മെനാഹേം അതിനെയും അതിലുള്ള എല്ലാവരെയും തിർസ മുതലുള്ള അതിൻ്റെ അതിർത്തികളും തകർത്തു. അവൻ അതിലെ എല്ലാ ഗർഭിണികളെയും പിളർന്നു. മെനാഹേം. യൂദാ രാജാവായ അസറിയായുടെ 39-ാം വർഷം ഗാദിയുടെ പുത്രനായ മെനാഹേം സമരിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി. 10 വർഷം അവൻ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്ന് തൻ്റെ ജീവിതകാലത്തൊരിക്കലും അവൻ പിന്മാറിയില്ല. അസീറിയ രാജാവായ പൂൽ അപ്പോൾ ദേശത്തിനെതിരെ വന്നു. രാജ്യം തൻ്റെ കയ്യിൽ ഉറപ്പിക്കുന്നതിനായി പൂലിൻ്റെ കരം തന്നോടൊപ്പമായിരിക്കുന്നതിന് മെനാഹേം അയാൾക്ക് 1000 താലന്ത് വെള്ളി നൽകി. അസീറിയ രാജാവിന് നൽകാൻ ഇസ്രായേലിലെ എല്ലാ ശക്തരായ ധനികരിലും നിന്നാണ് മെനാഹേം ആളൊന്നിന് 50 ഷെക്കൽ വെള്ളി വീതം പണം പിരിച്ചെടുത്തത്. അങ്ങനെ അസീറിയ രാജാവ് തിരിച്ചുപോയി. അവൻ അവിടെ ദേശത്ത് തങ്ങിയില്ല. മെനാഹേമിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? മെനാഹേം തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു.
അവൻ്റെ പുത്രൻ പെക്കാഹിയ അവൻ്റെ സ്ഥാനത്ത് രാജാവായി. പെക്കാഹിയ യൂദാ രാജാവായ അസറിയായുടെ 50-ാം വർഷം മെനാഹേമിൻ്റെ പുത്രൻ പെക്കാഹിയ സമറിയായിൽ ഇസ്രായേലിന് മേൽ രാജാവായി. 2 വർഷം അവൻ ഭരിച്ചു. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അവൻ്റെ പടനായകൻ റമാലിയായുടെ പുത്രൻ പെക്കാഹ് അവനെതിരെ ഗൂഢാലോചന നടത്തി. സമറിയായിലെ രാജകൊട്ടാരത്തിൻ്റെ കോട്ടയിൽ വെച്ച് 50 ഗിലെയാദ്യരുമൊത്ത് അയാൾ അർഗോവിനോടും അറിയയോടുമൊപ്പം അവനെ പ്രഹരിച്ചു. അയാൾ അവനെ വധിച്ച് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. പെക്കാഹിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പെക്കാഹിയ യൂദാ രാജാവായ അസറിയായുടെ 52-ാം വർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹിയ ഇസ്രായേലിന് മേൽ സമരിയായിൽ രാജാവായി. 20 വർഷം അവൻ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ ഇസ്രായേൽ രാജാവായ പെക്കാഹിയായുടെ കാലത്ത് ഇയോൺ, ആബേൽ, ബെത്മാക്ക, യനോവ, കേദേശ്, ഹസോർ, ഗിലെയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ പിടിച്ചടക്കി. അവരെ അസീറിയയിലേക്ക് നാട് കടത്തിക്കൊണ്ടുപോയി. ഉസിയായുടെ മകൻ യോഥാമിൻ്റെ 20-ാം വർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി അവനെ പ്രഹരിച്ചു. അയാൾ അവനെ വധിച്ച് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. പെക്കാഹിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. യോഥാം യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവ് റമാലിയായുടെ പുത്രൻ പെക്കാഹിയായുടെ 2-ാം വർഷം യൂദാ രാജാവായ ഉസിയായുടെ മകൻ യോഥാം രാജാവായി. ഭരണമാരംഭിക്കുമ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിൻ്റെ മകളായ അവൻ്റെ അമ്മയുടെ പേര് യറൂഷ എന്നായിരുന്നു. തൻ്റെ പിതാവായ ഉസിയ ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. പൂജാഗിരികൾ അവർ നീക്കം ചെയ്തില്ല എന്ന് മാത്രം. ജനം പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപമർപ്പിക്കുകയും ചെയ്തു പോന്നു. അവനാണ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഉപരികവാടം നിർമ്മിച്ചത്. യോഥാം ചെയ്ത പ്രവൃത്തികളുടെ ശിഷ്ടഭാഗം യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അക്കാലത്ത് ആരാം രാജാവായ റസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിയായെയും കർത്താവ് യൂദായ്ക്കെതിരെ അയക്കാൻ തുടങ്ങി. യോഥാം തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരോടൊപ്പം അവൻ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആഹാസ് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. യോന അധ്യായം 1. യോനായുടെ ഒളിച്ചോട്ടം. അമിത്തായിയുടെ പുത്രൻ യോനായുടെ പക്കലേക്ക് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി: നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിലേക്ക് ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ ഉയർന്നിരിക്കുന്നു. എന്നാൽ യോന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് താർഷീഷിലേക്ക് ഒളിച്ചോടാൻ എഴുന്നേറ്റു. അവൻ ജോപ്പായിലേക്ക് ഇറങ്ങി. അവൻ താർഷീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടെത്തി. അതിൻ്റെ കൂലി കൊടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തർഷീഷിലേക്ക് അവരോടൊപ്പം പോകാൻ അതിൽ കയറി. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. കടലിൽ വലിയ കോളിളക്കമുണ്ടായി. കപ്പൽ തകരുമെന്നായി. നാവികർ പേടിച്ചു വശായി. ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരോട് കേണപേക്ഷിച്ചു. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന സാമഗ്രികൾ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ യോന നൗകയുടെ ഉള്ളറയിലേക്കിറങ്ങി അവിടെ കിടന്ന് ഗാഠനിദ്ര പൂണ്ടു. അപ്പോൾ കപ്പിത്താൻ അവനെ സമീപിച്ച് അവനോട് ചോദിച്ചു: ഗാഠനിദ്ര പൂണ്ടവനെ, നിനക്കെന്തു പറ്റി? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷേ ആ ദൈവം നമ്മെ പരിഗണിച്ചേക്കും. അനന്തരം അവർ പരസ്പരം പറഞ്ഞു: ഒരുവൻ ആര് നിമിത്തമാണ് ഈ അനർത്ഥം എന്നറിയാൻ നമുക്ക് നറുക്കുകളിടാം. അവർ നറുക്കുകളിട്ടു. യോനായ്ക്ക് നറുക്ക് വീണു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു: ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം എന്നതിനെപ്പറ്റി നീ ഞങ്ങളോട് വിശദീകരിച്ചാലും. നിന്റെ തൊഴിൽ എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏതാണ്? ഏത് ജനത്തിൽപ്പെട്ടവനാണ് നീ? അവൻ അവരോട് പറഞ്ഞു: ഞാനൊരു ഹെബ്രായനാണ്. കടലും കരയും ഉരുവാക്കിയ ആകാശങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുന്നവനുമാണ്. അപ്പോൾ ആ ആളുകൾക്ക് വലിയ ഭയമുണ്ടായി. താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന്
അവൻ തന്നെ അവരോട് വിശദീകരിച്ചുവെന്ന് ആ ആളുകൾ അറിഞ്ഞപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? തുടർന്ന് അവർ അവനോട് ചോദിച്ചു, കടൽ ഞങ്ങൾക്കായി ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നോട് എന്തു ചെയ്യണം? കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമാവുകയാണല്ലോ. അവൻ അവരോട് പറഞ്ഞു, എന്നെ നിങ്ങൾ പൊക്കി കടലിലേക്ക് വലിച്ചെറിയുവൻ. അപ്പോൾ കടൽ നിങ്ങൾക്കായി ശാന്തമായിക്കൊള്ളും. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കരയിലേക്ക് തിരിക്കുന്നതിന് ആ ആളുകൾ തണ്ട് വലിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം പ്രക്ഷുബ്ധമാവുകയായിരുന്നു. അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ച് ഉരുവിട്ടു, കർത്താവേ, ദയചെയ്ത് ഇയാളുടെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ. നിഷ്കളങ്ക രക്തം ഞങ്ങൾക്കെതിരെ ചുമത്തരുതേ. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നതിനനുസരിച്ചാണല്ലോ അങ്ങ് പ്രവർത്തിക്കുന്നത്. അനന്തരം അവർ യോനായെ പൊക്കി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഉടനെ കടൽ തൻ്റെ രൗദ്രത്തിൽ നിന്ന് സ്വച്ഛമായി. അപ്പോൾ ആ ആളുകൾ കർത്താവിനെ ഏറെ ഭയപ്പെട്ടു. അവർ കർത്താവിനെ ബലിയർപ്പിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്തു. യോന അധ്യായം 2. യോനായുടെ പ്രാർത്ഥന. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോന 3 പകലും 3 രാവും ആ മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൻ ഉരുവിട്ടു, എനിക്കുള്ള കഷ്ടത മൂലം ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അങ്ങ് എൻ്റെ സ്വരം കേട്ടു. അങ്ങനെ സമുദ്രഹൃത്തിലേക്ക് ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ എല്ലാ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ കൺമുമ്പിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. എന്നാലും അങ്ങയുടെ വിശുദ്ധാലയത്തിലേക്ക് നോക്കാൻ ഞാൻ തുടർന്നും ശ്രമിക്കും. വെള്ളം എന്നെ കഴുത്തുവരെ വലയം ചെയ്തിരിക്കുന്നു. ആഴം എന്നെ ചുറ്റിയിരിക്കുന്നു. പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങളുടെ അടിത്തട്ടുകളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. ഭൂമിയുടെ പൂട്ടിയ ഓടാമ്പലുകൾ എനിക്ക് പിമ്പിൽ എന്നേക്കുമായി ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങൻ്റെ ജീവൻ ഗർത്തത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ആത്മാവ് തളർന്നിരുന്നപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ പക്കലേക്ക്, അങ്ങയുടെ വിശുദ്ധാലയത്തിലേക്ക് വന്നെത്തി. വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ സ്വന്തം കൃപ വെടിയുന്നു. എന്നാൽ ഞാൻ കൃതജ്ഞതാനാദത്തോടെ അങ്ങേക്ക് ബലിയർപ്പിക്കും. ഞാൻ നേർന്നത് നിറവേറ്റും. കർത്താവിൻ്റേതാണ് രക്ഷ. കർത്താവ് മത്സ്യത്തോട് അരുൾ ചെയ്തപ്പോൾ അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. യോന അധ്യായം 3. നിനവയുടെ മാനസാന്തരം. യോനായുടെ പക്കലേക്ക് രണ്ടാമതും കർത്താവിൻ്റെ വചനം ഇപ്രകാരം ഉണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നിന്നോട് പറയുന്ന സന്ദേശം നീ അതിനോട് വിളിച്ചു പറയുക. കർത്താവിൻ്റെ വചനമനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. നിനവെ വളരെ വലിയ ഒരു നഗരമായിരുന്നു. 3 ദിവസത്തെ സഞ്ചാര ദൈർഘ്യം ഉണ്ടായിരുന്നു. നഗരത്തിൽ പ്രവേശിച്ച് 1 ദിവസത്തെ സഞ്ചാര ദൈർഘ്യം പിന്നിട്ടപ്പോൾ യോന പ്രഘോഷിച്ചു. അവൻ പറഞ്ഞു, 40 ദിവസം കൂടി നിനവെ തൂത്തെറിയപ്പെടും. നിനവയിലെ ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവരിലെ വലിയവർ മുതൽ ചെറിയവർ വരെ ചാക്കൊടുത്തു. ഇക്കാര്യം നിനവെ രാജാവിൻ്റെ പക്കലുമെത്തി. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രതാപവസ്ത്രം തൻ്റെ മേൽ നിന്ന് ഊരിമാറ്റി ചാക്കൊടുത്ത് ചാരത്തിൽ ഇരുന്നു. അവൻ നിനവയിൽ പ്രസിദ്ധം ചെയ്ത് കൽപ്പിച്ചു, രാജാവിൻ്റെയും തൻ്റെ പ്രഭുക്കന്മാരുടെയും വിളംബരത്തിൽ നിന്ന് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും രുചിക്കരുത്. അവ മേയരുത്. വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രങ്ങളുടുത്ത് ദൈവത്തോട് ശക്തിയുക്തം വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും താന്താങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും കരങ്ങളിലുള്ള അക്രമത്തിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി അനുകമ്പ കാട്ടി തൻ്റെ ക്രോധത്തിൽ നിന്ന് പിൻവലിയുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം എന്ന് ആർക്കറിയാം. തങ്ങളുടെ ദുഷ്ടവഴിയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് അവരുടെ ചെയ്തികളിലൂടെ ദൈവം കണ്ടു. താൻ അവരോട് ചെയ്യുമെന്ന് പ്രസ്താവിച്ചിരുന്ന നാശത്തെക്കുറിച്ച് പരിതപിച്ച് ദൈവം അത് ചെയ്തില്ല. യോന അധ്യായം 4. കർത്താവിൻ്റെ അതിരറ്റ സഹതാപം. യോനായ്ക്കത് വലിയ അസ്വസ്ഥതയുളവാക്കി. അവൻ ക്ഷുഭിതനായി. കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ നാട്ടിലായിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ ഞാൻ പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ തർശീശിലേക്ക് ഒളിച്ചോടാൻ തുനിഞ്ഞത്. എന്തെന്നാൽ അങ്ങ് ദയാലുവും ആർദ്രനും കോപവിമുഖനും കൃപാധീശനും ശിക്ഷയെക്കുറിച്ച് പരിതപിക്കുന്നവനുമായ തമ്പുരാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു.
ആകയാൽ ഇപ്പോൾ കർത്താവേ, എൻ്റെ ജീവൻ എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക. എന്തെന്നാൽ എൻ്റെ ജീവനേക്കാൾ നല്ലത് എൻ്റെ മരണമാണ്. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപമുണ്ടാകുന്നത് ഉചിതമാണോ? യോന നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് നഗരത്തിന് കിഴക്ക് ഭാഗത്തിരുന്നു. അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു പന്തൽ ഉണ്ടാക്കി. നഗരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാമെന്ന് കരുതി അവൻ അതിൻ്റെ കീഴിൽ തണലത്ത് ഇരുന്നു. യോനായെ കഷ്ടതയിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവമായ കർത്താവ് ഒരു ചുരച്ചെടിയെ അവൻ്റെ തലയ്ക്ക് മീതെ ഒരു തണലാകാൻ ഏർപ്പെടുത്തുകയും അവന് മേൽ വളർത്തുകയും ചെയ്തു. ചുരച്ചെടിയെ പ്രതി യോനായ്ക്ക് അത്യധികം സന്തോഷമുണ്ടായി. പിറ്റേന്ന് ഉഷസ്സായപ്പോൾ ദൈവം ഒരു പുഴുവിനെ ഏർപ്പെടുത്തി അത് ആ ചുരച്ചെടിയെ ആക്രമിച്ചു. അത് ഉണങ്ങിപ്പോയി. വെയിൽ കനക്കവേ ദൈവം ഒരു കിഴക്കൻ ഉഷ്ണക്കാറ്റിനെ നിയോഗിച്ചു. യോനായുടെ തലയിൽ വെയിലടിച്ചു. അവൻ അവശനായി. തൻ്റെ ജീവൻ പൊലിയുന്നതിനായി അവൻ യാചിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ ജീവനേക്കാൾ നല്ലത് എൻ്റെ മരണമാണ്. അപ്പോൾ ദൈവം യോനായോട് ചോദിച്ചു, ചുരച്ചെടിയെ ചൊല്ലി നിനക്ക് ക്ഷോഭമുണ്ടാകുന്നത് ഉചിതമാണോ? അവൻ പറഞ്ഞു, മരണത്തോളം എനിക്ക് ക്ഷോഭമുണ്ടാകുന്നത് ഉചിതമാണ്. കർത്താവ് പറഞ്ഞു, നീ അധ്വാനിച്ചിട്ടില്ലാത്ത, നീ വളർത്താത്ത, ഒരു രാത്രി ആവിർഭവിച്ച് മറ്റൊരു രാത്രി നശിച്ച ഈ ചുരച്ചെടിയുടെ മേൽ നീ സഹതപിച്ചു. എങ്കിൽ ഇടം വലം തിരിച്ചറിയാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗഗണവും ഉൾപ്പെട്ട മഹാനഗരമായ നിനവയുടെ മേൽ ഞാൻ സഹതപിക്കരുതെന്നോ? സങ്കീർത്തനങ്ങൾ 138. കൃതജ്ഞതാഗീതം ദാവീദിൻ്റേത്. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. ദേവന്മാരുടെ മുമ്പിൽ അങ്ങയെയായിരിക്കും ഞാൻ പാടിപ്പുകഴ്ത്തുന്നത്. ഞാൻ ആരാധിക്കുന്നത് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെയായിരിക്കും. അങ്ങയുടെ കരുണയെ പ്രതിയും വിശ്വസ്തതയെ പ്രതിയും അങ്ങയുടെ നാമം ഞാൻ ഏറ്റുപറയും. മറ്റെന്തിനുമുപരി അങ്ങയുടെ നാമം, അങ്ങയുടെ വചസ്സ് അങ്ങ് മഹത്തരമാക്കിയല്ലോ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി. എൻ്റെ ആത്മാവിൽ അങ്ങ് ശക്തി പകർന്നു. കർത്താവെ, ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം അങ്ങയെ അംഗീകരിച്ചു പറയും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാമൊഴികൾ കേട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം വലുതാണ് എന്ന് അവർ കർത്താവിൻ്റെ വഴികളെക്കുറിച്ച് പാടും. കർത്താവ് ഉന്നതനാണെങ്കിലും താണവനെ കടാക്ഷിക്കും. അഹങ്കാരിയെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. കഷ്ടതയുടെ നടുവിൽ ഞാൻ നടന്നാലും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ കൈനീട്ടി അങ്ങെന്നെ ഉജ്ജീവിപ്പിക്കും. അങ്ങേ വലത്തുകൈ എന്നെ രക്ഷിക്കും. എനിക്ക് അനുകൂലമായി അങ്ങെല്ലാം നിറവേറ്റും. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങയുടെ കരവേലകളെ പരിത്യജിക്കരുതേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നന്ദി പറയാം. അനന്തമായ അവിടുത്തെ കാരുണ്യത്തെ നമുക്ക് പാടി പുകഴ്ത്തുകയും ചെയ്യാം. നല്ലവനായ ദൈവം എത്രയോ സ്നേഹത്തോടെ നമ്മെ അവിടുത്തെ സ്വരം കേൾപ്പിക്കാൻ ഓരോ പ്രഭാതത്തിലും ഉണർത്തുകയാണ്. സത്യത്തിൽ നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതും കർത്താവ് അരുളി ചെയ്യുന്നത് കേൾക്കാനായി സന്നദ്ധതയോടെ കാതുകൾ തുറക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ നിമിഷങ്ങളായി മാറുകയാണ്. നമ്മളിന്ന് വായിച്ച രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അസറിയ രാജാവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ദിനവൃത്താന്തത്തിൽ വായിച്ചിട്ടുള്ള ഉസിയ രാജാവ് തന്നെയാണ്. ഉസിയായുടെ മറ്റൊരു പേരാണ് അസറിയ. നമ്മൾ ഈ 15-ാം അധ്യായത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ കണ്ടെത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അസീറിയ എന്ന സാമ്രാജ്യം ശക്തി പ്രാപിക്കുന്നതും ശക്തമായ അസീറിയ സാമ്രാജ്യം ഇസ്രായേലിന് വലിയ ഒരു ഭീഷണിയായി മാറുകയും ചെയ്യുന്നതാണ്. ഇസ്രായേലിലെ ഗലീലി പ്രദേശങ്ങൾ, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഇസ്രായേലിലെ ഗലീലി പ്രദേശങ്ങൾ, അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സുവിശേഷ ദൗത്യം ആരംഭിച്ച ഗലീലി പ്രദേശങ്ങളെല്ലാം തന്നെ അസീറിയ രാജാവ് കീഴടക്കുകയും അവിടെയുള്ള ജനതയെ നാടുകടത്തി അസീറിയയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 14-ാം അധ്യായം 25-ാം വാക്യത്തിൽ ജെറോബോവാം 2-ാമൻ രാജാവിൻ്റെ കാലത്ത് ആ രാജാവിനോട് സംസാരിക്കുന്ന യോന എന്നൊരു പ്രവാചകനെ 2 രാജാക്കന്മാർ 14:25 നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഈ യോനായുടെ ദൗത്യം ഇസ്രായേലിനോടും യൂദായോടും പ്രവചിക്കുക എന്നതായിരുന്നില്ല. യോനായെ ദൈവം നിയോഗിച്ചത് വിജാതീയരായ അസീറിയ സാമ്രാജ്യത്തോട്, വിജാതീയരായ അസീറിയ ജനതയോട് സംസാരിക്കാനാണ്. ഇത് ഇതുവരെ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച വെളിപാടുകൾക്ക് ഒരല്പം വഴിത്തിരിവ് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് തോന്നാനിടയുള്ള ഒരു ചിന്തയാണ്. അതായത് യഹൂദനെ മറ്റെല്ലാ ജനതകളിൽ നിന്നും ഇടകലരാതെ സംരക്ഷിക്കുന്ന ദൈവം
യഹൂദൻ്റെ ദൈവം മാത്രമാണ് എന്ന ഒരു ചിന്താഗതി ഇതുവരെയുള്ളൊരു വായനയിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് സാർവത്രികമായ സകല ജനതകളിലേക്കും ഉറ്റുനോക്കുന്ന, സകല ജനതകളെയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ആ സാർവലൗകിക ഭാവം, ആ സാർവത്രിക ഭാവം ബൈബിൾ പതുക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് യോനായുടെ പുസ്തകം. യോനായിലൂടെ ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം നമ്മളോട് പറയാൻ ശ്രമിക്കുകയാണ്, ദൈവം യഹൂദൻ്റെ ദൈവം മാത്രമല്ല. യഹൂദനെ ദൈവം തിരഞ്ഞെടുത്തത് സർവ്വലോകത്തിനും രക്ഷ പ്രദാനം ചെയ്യാനുള്ള രക്ഷയുടെ കൃപാവരത്തിൻ്റെ കൈവഴികൾ യഹൂദൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ, യഹൂദനെ ദൈവം നയിച്ച വഴികളിലൂടെ സർവ്വജനത്തിനും വേണ്ടി തുറക്കപ്പെടാനാണ്. നമ്മൾ ചില കൗതുകകരമായ സൂചനകൾ കണ്ടെത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സൂചനയാണ് ഈ യോന ഈശോയുടെ തന്നെ നാട്ടുകാരനായിരുന്നു എന്നുള്ളത്. ഗലീലയിൽ നിന്നുള്ള ഒരു പ്രവാചകനായിരുന്നു, പ്രത്യേകിച്ച് നസറത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനായിരുന്നു യോന. അതുകൊണ്ടാണ് കർത്താവ് ഈശോ മിശിഹാ പിന്നീട് തൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ പീഡാനുഭവത്തെയും പ്രത്യേകിച്ച് തൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും ഉദാഹരിക്കാൻ തൻ്റെ തന്നെ നാട്ടുകാരനായിരുന്ന യോനായുടെ ജീവിതകഥ ഉദ്ധരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈശോയിലൂടെ വെളിപ്പെടേണ്ട രക്ഷയുടെ സാർവത്രിക ഭാവം, എല്ലാവരിലേക്കും തിരിയേണ്ട രക്ഷയുടെ ആ ഉന്മുഖത വെളിപ്പെടുത്തുന്നതിന് ദൈവം കർത്താവ് ഈശോ മിശിഹാ വളർന്ന സ്ഥലമായ ഗലീലയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹം പ്രവചിക്കുന്നത് വിജാതീയരായ അസീറിയൻ ജനതയോടാണ്. ഇത് അന്തർദേശീയമായ ഇൻ്റർനാഷണൽ മിനിസ്ട്രി, സഭയ്ക്കുള്ള, ദൈവജനത്തിനുള്ള, സർവ്വലോകത്തെയും ബാധിക്കുന്ന ശുശ്രൂഷയുടെ ഒരു നിഴലായി നമുക്ക് യോനായെ മനസ്സിലാക്കാം. യോനായുടെ ജീവിതത്തിൽ ദൈവം ഈ നിയോഗം കൊടുക്കുമ്പോൾ യോന അതിനെ ആദ്യം സ്വീകരിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മനുഷ്യൻ സമർപ്പിക്കുന്നില്ലെങ്കിൽ ദൈവം പരിമിതനാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, മനുഷ്യൻ്റെ സമർപ്പണം ലഭിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ലോകത്ത് പരിമിതമാവും. എപ്പോഴും ദൈവപ്രവൃത്തികൾ ഈ ലോകത്ത് നിർവഹിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് മനുഷ്യരുടെ ഇടയിൽ നിർവഹിക്കപ്പെടുന്നത് ദൈവദൂതന്മാരെ കൊണ്ടല്ല, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരെ കൊണ്ടാണ്. അതുകൊണ്ട് എവിടെ മനുഷ്യൻ്റെ സമർപ്പണം ഇല്ലാതാകുന്നോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കുറഞ്ഞു വരും. പ്രത്യേകിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു, 400 വർഷം ഈജിപ്തിലെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനത കഴിഞ്ഞു. എന്തുകൊണ്ട് 400 വർഷം? എന്തുകൊണ്ട് 4 നൂറ്റാണ്ടുകൾ? അതിന് ചരിത്രപരമായതോ രക്ഷാകര സംബന്ധമായതോ ആയ 100 കണക്കിന് ന്യായങ്ങൾ കണ്ടെത്താമെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, മോശയെപ്പോലെ സമ്പൂർണമായി സമർപ്പിക്കാൻ സാധ്യതയുള്ള ഒരു പ്രവാചകൻ ഒരുക്കപ്പെടാത്തതാവണം ഈ അടിമത്തത്തിൻ്റെ കാലം ഇത്രയും ദീർഘിച്ചതിൻ്റെ കാരണം. ഒരുപാട് ജനത ഒരുപാട് ദുഃഖത്തിലും കണ്ണീരിലും തകർച്ചയിലും കഴിയുന്നതിൻ്റെ കാരണം എല്ലാം മറന്ന് സ്വന്തം സ്വാർത്ഥ സന്തോഷങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ വിലമതിക്കുന്ന, എല്ലാം മറന്ന് സമർപ്പിക്കാൻ കഴിയുന്ന, സമർപ്പിക്കാൻ തയ്യാറുള്ളവരുടെ അഭാവമാണ് നമ്മുടെ അടിമത്തങ്ങളുടെ നുകം തലയ്ക്ക് മീതെ നിന്ന് മാറ്റപ്പെടാൻ വൈകുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊന്ന്, യോന മുൻവിധിയുള്ളവനായിരുന്നു. അസീറിയൻ ജനതയ്ക്ക് ഈ പ്രവചനം അവരെ മാനസാന്തരപ്പെടുത്തും, അവർ അനുദപിക്കും, അവർ ദൈവത്തിലേക്ക് തിരിയും, ദൈവശിക്ഷ പിൻവലിക്കും. പ്രജുഡീസുകളുമായിട്ടാണ് ഇയാൾ ഈ ദൈവനിയോഗത്തെ സമീപിക്കുന്നത്. മുൻവിധികൾ നമുക്കുണ്ടായാൽ അത് നമുക്ക് മനുഷ്യരുടെ നന്മകളെയും സാധ്യതകളെയും കാണാതെ പോവാൻ ഇടയുള്ള ഒരു അന്ധത നമുക്ക് സമ്മാനിക്കും. മുൻവിധികൾ നമുക്ക് മനുഷ്യരുടെ നന്മകളെ, സാധ്യതകളെ നമ്മുടെ മുമ്പിൽ അതിനെ കുറച്ച് കാണിക്കുകയും ചെയ്യും. മറ്റൊന്ന്, യോനായോട് പോകാൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പോകാൻ തയ്യാറാവാതെ വരുമ്പോൾ അദ്ദേഹം കപ്പലിൽ നിന്ന് മറ്റൊരു വഴിക്ക് യാത്ര ചെയ്യുന്ന ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ ഒരു മത്സ്യം യോനായെ വിഴുങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് ഇന്ന് ഈ ശാസ്ത്രയുഗത്തിൽ ജീവിക്കുമ്പോൾ ഒരു തിമിംഗലത്തിൻ്റെ, ഒരു വലിയ മത്സ്യത്തിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവനോടെ കഴിയുക എന്ന് നമുക്ക് സംശയം തോന്നാം. ഞാൻ വായിച്ചിട്ടുണ്ട്, ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു വായന ഞാൻ കണ്ടിരുന്നു. അതായത് ഒരു മനുഷ്യൻ, ഒരു സെയിലർ ഇതുപോലെ ഒരു തിമിംഗലത്തിൻ്റെ അകത്തകപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരികെ വന്ന ഒരു കഥ. ഞാൻ പറഞ്ഞു വരുന്നത്, അത് അസാധ്യമാവണമെന്നില്ലായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ഈ ശാസ്ത്രയുഗത്തിൽ ഇത്രയും വലിയ, മനുഷ്യനെ കത്തിച്ചു കളയാൻ സാധ്യതയുള്ള അത്രയും ആന്തരിക സ്രവങ്ങളുള്ള ഒരു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ 3 ദിവസം
ജീവനോടെ ഇരുന്നത് എന്നൊക്കെ ഈ ശാസ്ത്രയുഗത്തിൽ നമുക്ക് ചോദിക്കാം. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, യോന ജീവനോടെ മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നു എന്ന സൂചന ശ്രദ്ധാപൂർവമുള്ള ബൈബിൾ വായനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. പല ബൈബിൾ പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ യോന വെള്ളത്തിൽ വെച്ച് തന്നെ മരിക്കുകയും മരിച്ച യോനായുടെ മൃതദേഹത്തെയാണ് മത്സ്യം വിഴുങ്ങുകയും ചെയ്യുന്നത്. മാത്രമല്ല, യോനായുടെ പ്രാർത്ഥനയിൽ യോന നിലവിളിക്കുന്നത് പാതാളത്തിൽ നിന്നാണ് ആ നിലവിളി എന്ന സൂചനയും ഉണ്ട്. അപ്പോൾ കൂടുതൽ വിശ്വസനീയം യോന മരിച്ചു എന്നതാണ്. അങ്ങനെ മരിച്ച യോന മത്സ്യത്തിൻ്റെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് ആ മൃതദേഹത്തെ, അതേതവസ്ഥയിലാണെങ്കിലും, അത് ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലാണെങ്കിലും ദ്രവിച്ച അവസ്ഥയിലാണെങ്കിലും, അതിനെയാണ് മത്സ്യം ഛർദ്ദിച്ചിടുകയും ചെയ്യുന്നത്. ഇത് കുറെ കൂടി വിശ്വസനീയമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഈശോ തൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഉദാഹരിക്കാൻ ചൂണ്ടിക്കാണിച്ച ഒരു അടയാളമായിരുന്നു യോന. അതുകൊണ്ട് തന്നെ യോന മരിക്കുകയും ദൈവം അവനെ നിനവയുടെ തീരത്ത് വച്ച് ഉയർപ്പിക്കുകയും ചെയ്തു എന്നതാണ് കുറെ കൂടി നമുക്ക് രക്ഷാകര പദ്ധതിയിലെ സ്വീകാര്യമായ ഒരു വ്യാഖ്യാനം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മരിച്ച യോന പാതാളത്തിൽ കിടന്നുകൊണ്ടാണ് നിലവിളിക്കുന്നതും കൃതജ്ഞതാ സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നതും യോനായെ ദൈവം നിനവയുടെ തീരങ്ങളിൽ വെച്ച് വീണ്ടും ജീവനിലേക്ക് തിരികെ വിളിക്കുന്നതും. അപ്പോൾ ഈ യോനായുടെ വിവരണം, യോനായുടെ കഥ യഥാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പാഠം, മരിച്ചവനെ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ ഉത്ഥാനത്തിൻ്റെയും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പുതിയ നിയമത്തിൽ വെളിപ്പെടാൻ പോകുന്ന ഭാവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വായന, ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. എല്ലാവരുടെയും രക്ഷ ആഗ്രഹിക്കുന്ന ദൈവം, ആര് നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. ഞാൻ നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിൻ്റെ ഭാരം നിങ്ങൾ എന്നെങ്കിലും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഓർക്കുകയാണ്, എത്രയോ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലൂടെ ഈ പ്രഭാതത്തിൽ നടന്നു പോകുന്നു. നമ്മുടെ ജംഗ്ഷനുകളിൽ എത്രയോ പേർ അങ്ങനെ നിൽക്കുന്നു. ദൈവമേ, ഇവരുടെ രക്ഷ, ഇവർ യേശുവിനെ അറിയുന്നതെങ്ങനെ, ഇവരുടെ നിത്യജീവൻ അങ്ങ് ഒരുക്കുന്നതെങ്ങനെയാണ്? അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യാൻ എനിക്ക് കഴിയും? ഈ ഭാരപ്പെടുത്തുന്ന ഓർമ്മകൾ ഓരോ മനുഷ്യൻ്റെയും രക്ഷയെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാകണം. അത് വിജാതീയനാണെങ്കിലും സ്വജാതീയനാണെങ്കിലും, അത് യഹൂദനാണെങ്കിലും ഗ്രീക്കുകാരനാണെങ്കിലും, അത് ക്രിസ്ത്യാനിയാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും, നമുക്ക് അങ്ങനെ ഒരു ഭാരം നമുക്ക് ലഭിക്കുന്നതിന് ഈ വചന വായനകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ സത്യമായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഡാനിയേലച്ചൻ. നമുക്ക് വചനത്തിലൂടെ യേശുവിനെ കൂടുതൽ പരിചയപ്പെടാം, അനേകരോട് യേശുവിനെ പങ്കുവെക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാം. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചന വായനയിൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് രക്ഷയുടെ വലിയ ഒരു ബാധ്യത, അനേകരെ രക്ഷയിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങ് തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യോനായെപ്പോലെ മുൻവിധികളുമായി ജീവിക്കാതെ കർത്താവെ സമ്പൂർണമായി സമർപ്പിക്കാൻ മോശയെപ്പോലെ സർവസന്നദ്ധനായ, സദാ ദൈവത്തിന് എന്തും വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ഒരു പ്രവാചകനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.